ഒരിക്കൽ കൂടെ നിങ്ങളുടെ സന്നിധിയിൽ എന്നെ കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ സന്തോഷമുള്ളതായിട്ടിരിക്കുന്നു. It's a joy to be in your midst once again. 4 years back I was in your midst. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. The Lord has brought me once again to minister to you. കർത്താവ് വീണ്ടും നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എന്നെ വീണ്ടും ഇവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. I'm thankful to the Assembly of India Gospel Assembly who has invited me for this convention. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായ ഇന്ത്യ ഗോസ്പൽ അസംബ്ലിയോട് എനിക്ക് നന്ദിയുണ്ട്. And thank you for all the dear ones who have come to hear God's word. ദൈവത്തിന്റെ വചനം ശ്രദ്ധിപ്പാനായി കടന്നു വന്ന എല്ലാവർക്കും എന്റെ നന്ദി പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. I know we are all interested in the events taking place in this world and what is going to happen in this world. ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങളും ഇനി എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ വളരെ ആകാംക്ഷയുള്ളവരാണ്. Yes, I was also interested since over 35 years. 35 വർഷത്തോളമായിട്ട് സഹോദരന്മാരുടെ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത I perfectly believe the Lord has prepared me with a special ministry. ഈ പ്രത്യേക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ പ്രത്യേകമായി ഒരുക്കിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Brothers and sisters, we are living in a special time in the history. ഈ സഹോദരന്മാരെ കാലത്ത് നമ്മൾ ഒരു പ്രത്യേക ചുറ്റുപാടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. Yes, a lot of changes around the world. Man doesn't have any answer to that. ഈ ലോകത്തിൽ അനേക വ്യത്യാസങ്ങൾ പ്രത്യേക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന് അതിന് യാതൊരു മറുപടിയും പറയാനില്ല. Yes, man doesn't know what is happening and what is the future. എന്താണ് സംഭവിക്കുന്നതെന്നും ഇനി മേലെന്ത് സംഭവിക്കാനിരിക്കുന്നെന്നുള്ളത് പറയുവാനായിട്ട് മനുഷ്യന് യാതൊരു കഴിവില്ല. They can analyze the events only based on the politics or economics. അതിന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളെ കണക്കിലെടുത്ത് മാത്രമേ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. But we have another dimension, that is through the biblical prophecies we can analyze the events that is unfolding. എന്നാൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയും ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റൊരു നിലയിൽ അതിനെ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയും. In a way, we are a blessed generation. നാം വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ്. Because we see the unfolding of the scriptures fulfilling around the world. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ സകല തിരുവചനങ്ങളുടെ നിവൃത്തി നമ്മുടെ കണ്ണിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. We are more blessed than our fathers. Because they never saw these kind of fulfillments as we are seeing. We can see and we can understand the hand of God moving in the history, fulfilling His perfect desire. As I have been traveling in the United States since few months, many have asked me, what is the prophecy, what is the future of America? I try to convey to you what does the scripture say. We have 3 days and we will try to unfold the events, important events that is very critical in this political stage. Yes, let's turn to Jeremiah chapter 30. We'll just read 1 and 2 verses 1 and 2, then we will try to go on to the other things. Let's read first 3 verses. The word that came to Jeremiah from the Lord, saying, Thus speaks the Lord of God of Israel, saying, Write in a book for yourself all the words that I have spoken to you. For behold, the days are coming, says the Lord, that I will bring back from captivity my people Israel and Judah, says the Lord. And I will cause them to return to the land that I gave to their fathers, and they shall possess it. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളിച്ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുടെ എല്ലാ ജനത്തിന്റെ പ്രവാസവും മാറ്റുവാനുള്ള കാലം ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Verses 3 we read, God is pointing out to a time in the history. ആ മൂന്നാം വാക്യത്തിൽ
വന്നിരിക്കുകയാണ്. The days are coming. അങ്ങനെ ദിവസങ്ങൾ വരുവാൻ പോകുന്നു. And it has come in the time in which we are living. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ തന്നെ അത് വരുമെന്ന് നമുക്ക് കാണാൻ കഴിയും. God foretold it thousands of years back. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അത് മുന്നാടിയായി പറഞ്ഞു. It's not an exciting thing that the God is working in the time in which we are living. നാം ജീവിക്കുന്ന ഈ തലമുറ ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്ന എത്രയോ അതിശയമായ കാര്യമാണ്. Previous generation they never saw the fulfillment of it. തലമുറകളൊന്നും അതിൻ്റെതായ പൂർണ്ണത കണ്ടില്ല. But God told Jeremiah, write it in a book. എന്നാൽ യഹോവ യിരെമ്യാവിനോട് പറഞ്ഞു, നീ പുസ്തകത്തിൽ എഴുതുക. It was written so that we should understand when it is unfolding here. അതിങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകാൻ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുവാൻ തക്കവണ്ണം ആവശ്യത്തിനായിട്ടാണ് പുസ്തകത്തിൽ എഴുതുവാൻ പറഞ്ഞത്. Bible is God's word. വേദപുസ്തകം ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. Brothers and sisters, it took around 1,600 years for God to write this book and give it all. സഹോദരന്മാരെ 1600 വർഷങ്ങൾ കൊണ്ടാണ് ഈ തിരുവചനം എഴുതി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദേവദാസന്മാർക്ക് ഇടയായി. Turn to Isaiah chapter 34. യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധയിലിരിക്കുക. We'll come back to the verse we read. I just want to read one verse from there. അവിടെ നിന്ന് വായിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് നാം വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. Look at chapter 34 of Isaiah and verses 16. യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Search from the book of the Lord and read, not one of these shall fail, not one shall lack helpmate, for my mouth has commanded it, and his spirit has gathered them. 16, 34:16. അതിന്റെ ഇണയോട് കൂടെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് ഞാൻ നോക്കുവേൻ, അവൻ ഒന്നും കാണാതായിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ നാമതാത്മാവിടെ കൂടി കൂട്ടി വരുത്തിയത്. Yes, book of the Lord. യഹോവയുടെ പുസ്തകം. God calls this book as the book of the Lord. യഹോവ ദൈവത്തിന്റെ പുസ്തകം യഹോവയുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. His mouth has commanded it. അവന്റെ വായാണ് പ്രസ്താവിച്ചത്. His spirit has gathered it. അവന്റെ ആത്മാവാണ് അത് കൂട്ടിച്ചേർത്തത്. As I have told you, he used 40 different authors to write this book within a span of 1,600 years. 1600 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 40 എഴുത്തുകാർ ഉപയോഗിച്ചാണ് ഞാൻ ഈ പുസ്തകം കൂടി കൊടുക്കാനുള്ളത്. As the Spirit has gathered it and given to us, ആത്മാവ് അതിനെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. we read it as if one person has written this. ഒരു എഴുത്തുകാരൻ എഴുതിയതുപോലെയാണ് നമുക്കത് വായിക്കാൻ കഴിയുന്നത്. Because behind these authors, God was dictating them to write. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പുറകിൽ ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെയും കൽപ്പിച്ചു കൊടുത്തത്. God, that's the reason God told to Jeremiah, write it in a book, what I command to you. അതുകൊണ്ടാണ് യെരമ്യാവിനോട് പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ നീ എഴുതി വെക്കുക. And it, as we saw, see, it is a 40 different authors means how many generations have gone? 40 വ്യത്യസ്തമായ എഴുത്തുകാരെന്ന് പറയുമ്പോൾ എത്ര തലമുറകൾ അതിനെ കടന്നുപോയത് കാണാൻ. Most of them were primitive people. അവർക്ക് പറഞ്ഞാൽ പഴയ ആളുകളായിരുന്നു. Yes, yet what they wrote was proved by the science and the world events. അവർക്കങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ അറിഞ്ഞില്ലാത്ത ആളുകളായിരുന്നെങ്കിലും അവർ എഴുതി വെച്ചതൊക്കെയും പിൽക്കാലത്ത് സയൻസ് അതൊക്കെ ശരിയാണെന്നുള്ളത് അച്ചിട്ട് തെളിയിച്ചതായിട്ട് കാണുന്നു. Not only the political, unfolding of the political events also proved what they wrote was right. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുടെ നിവൃത്തി നാം നോക്കിയാലും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. So we have a God who controls the events of this world. ഈ ലോകത്തിന്റെ എല്ലാ സംഭവവാസങ്ങളെ നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. We have a book that is written by God and given to us. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് എഴുതി നമുക്ക് നൽകിയിരിക്കുകയാണ്. What a blessed people we are. We are not in darkness. നാം ഇരുട്ടിലല്ല, എത്രയും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. We read in 1 Thessalonians chapter 5, the day of the Lord is going to come as a thief. 1 Thessalonians chapter 5. We read the day of the Lord is going to come as a thief. Chapter 5 and verses 2. That the day of the Lord shall come as a thief in the night. Yes. We read it in verses 2. But look at verses 1. But you, brethren, are not in darkness, so that day will overtake you as a thief. എന്നാൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നിങ്ങളുടെ സഹോദരന്മാരെ ആ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലോ. Yes, it will happen as a thief in the night for the people who are in darkness. ആ ഇരുട്ടിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കള്ളൻ രാത്രി വരുന്ന പോലെ സംഭവിക്കും. But brethren, it will not overtake you as a thief because you are in light. എന്താ സഹോദരന്മാരെ, വെളിച്ചത്തിലായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയായിരിക്കും.
called us from darkness into marvelous light. കർത്താവ് നമ്മെ ആ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് The വിളിച്ചിരിക്കുകയാണ്. people of this world, Lord's coming is going to be as a thief, unexpected thing. എന്നാൽ ഈ ലോകത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം കള്ളം വരുന്ന പോലെയാണ് അവർക്ക് അത് വെളിപ്പെടുവാൻ But പോകുന്നത്. not for us. നമുക്കങ്ങനെയല്ല. We are in light. നാം വെളിച്ചത്തിലാണ്. We have been called from darkness. നാം അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. Brothers and sisters, we know that the blessed Lord is going to come back very soon. നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനായ കർത്താവ് എത്രയും വേഗം വരും എന്ന് No, he will not tarry, he is going to come back soon. അവൻ എത്രയും വേഗം വരും, താമസിക്കുകയുമില്ല. Why all these events are happening in this generation? ഈ തലമുറയിൽ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഈ നിലയിൽ സംഭവിക്കുന്നത്. Yes, scriptures that was lying idle in the scripture for thousands of years started to fulfill in this generation. 1000 വർഷങ്ങൾ അത് തിരുവനന്തപുരത്തിൽ അങ്ങനെ അടങ്ങി കിടന്നതെങ്കിൽ ഇന്ന് ഈ തലമുറയിൽ അത് നിവർത്തിപ്പാനുള്ളതുകൊണ്ട് ഈ സംഭവങ്ങൾ വരുന്നത് കാണുന്നുണ്ട്. Yes, he is going to come back soon. He is going to come back അവൻ soon. എത്രയും വേഗം മടങ്ങി വരും. Yes, that's the blessed hope we have. അതാണ് നമുക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. We heard in the song that we are going to see him. നാം പാടിയ പാട്ടുകളൊക്കെ അവനെ നമ്മൾ കാണുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. There is a particular phrase used for the second coming of the ആ Lord. കർത്താവ് രണ്ടാമതിനെ കുറിച്ച് പ്രത്യേക പ്രയോഗം നമ്മൾ ഇവിടെ കണ്ടു. That word is presence, actually, presence. അവന്റെ സാന്നിധ്യം. Yes, that word presence means we are going to be in the presence of the Lord. സാന്നിധ്യം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നാം അവന്റെ സാന്നിധ്യം ആകുവാൻ പോകുന്നു. That's the blessed hope we have. അതിനുള്ള ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. Not only is going to come, we are going to be with the Lord forever. അവൻ വരികയും നാം അവനോട് കൂടെ എന്നേക്കും ആയിരിക്കുകയും ചെയ്യും. How can we know that he is going to come back soon? എങ്ങനെ അവൻ ഇത്രയും വേഗം വരുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? The greatest sign we have is the nation of Israel. ഇസ്രായേൽ എന്നുള്ള രാജ്യമാണ് അതിനുള്ള ഏറ്റവും വലിയ അടയാളമായിട്ടിരിക്കുന്നത്. That's what we read in Jeremiah chapter 30. അതാണ് നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നാം The വായിച്ചത്. days are going to come when the Lord is going to bring them back to the same land which he gave to their forefathers. അവരുടെ പിതാക്കന്മാർ കൊടുത്ത് അതേ ദേശത്തേക്ക് അവരെ മടക്കി വരുന്നതായ കാലം വരും. The most controversial piece of land in the world is the nation of Israel. ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രശ്നമുണ്ടാക്കുന്നതായ രാജ്യം അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്ഥലമാണ്. You know, the Islamic nations, they have taken a vow to finish off this nation. ആ രാജ്യത്തെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് They തീരുമാനമെടുത്തിരിക്കുകയാണ്. have an obsession to finish off the nation of Israel. ഇസ്രായേലിന്റെ രാജ്യത്തെ ഒഴിവാക്കുവാൻ തക്കവണ്ണം അവിടെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം അവർ You know, താല്പര്യപ്പെടുന്നു. around the globe in the Islamic nations, the verses you read in Psalms 83 verses 4 is heard around the world. അവരെ ഈ ലോകത്തുള്ളതായ എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളും ചേർന്ന് അവരെ ഒരു വിധത്തിലോ അല്ലെങ്കിൽ മറ്റൊന്ന് നശിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. Come, let us cut them. നാം ഒരുമിച്ച് വന്ന് അവരെ ഒഴിവാക്കി കളയുക. Not of being as a nation in the world. അവർ ഒരിക്കലും ഒരു രാജ്യമായി ലോകത്തിൽ നിൽക്കുകയില്ല. That is in verse Psalms 83 verses 4. അത് നമ്മുടെ സങ്കീർത്തനം 83 4-ാം വാക്യത്തിൽ വായിക്കാം. That's a word you hear from the Islamic nations around the world. ലോകത്തിന് ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും നാം കേൾക്കുന്ന വാചകങ്ങൾ Even from that land like Morocco and Indonesia, who does it have any relation with Israel? മൊറോക്കോയും ഇന്തോനേഷ്യയും ഇസ്രായേലുമായി യാതൊരു ബന്ധങ്ങളില്ലെങ്കിലും അവരും പറയുന്നത് തന്നെയാണ്. Same word is heard around the globe now. ലോകത്തിൽ എമ്പാടും പറയുന്ന വാക്ക് അത് തന്നെയാണ്. Israel is in danger. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരോട് അപകടകരമായ അവസ്ഥയിലാണ്. A tiny country surrounded by 22 Islamic nations. ചെറിയൊരു രാജ്യമായി ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 22 വലിയ രാജ്യങ്ങൾ. Yes, brothers and sisters, there a tiny ocean, as Ahmadinejad, that is the president of Iran, has said, it is a cancer among the Islamic nations. ഇറാന്റെ പ്രസിഡന്റായ അഹമ്മദിനെജാദ് എങ്ങനെയാണ് പറഞ്ഞത്? ഈ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളുടെ ഒരു അത്ഭുതം പോലെ ഒരു ക്യാൻസർ ആയിട്ടാണ് ഇസ്രായേൽ. Oh, we should finish them off. അവരെ നാം ഒടുക്കി കളയണം. They are trying to make nuclear weapon to finish them off. ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ അവസാനിപ്പിച്ചുകൊണ്ട് ശ്രമിക്കുകയാണ്. Let me remind you from the scriptures, no one in the world will be able to wipe out Israel. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെയോ? ഈ ലോകത്തുള്ള ആർക്കും ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ കഴിയില്ല. They are claiming that this land belongs to them. ആ സ്ഥലം അവർക്കുള്ളതാണെന്ന് അവർ അവകാശപ്പെടുന്നു. Let me take you in the beginning whose land it is അത് actually. ആരുടെ സ്ഥലമാണെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. Because this is the greatest controversy in the world. ഇതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ തർക്ക വിഷയമാണത്. Yes, let's turn to the scriptures. നമുക്ക് തിരുവനന്തപുരത്തേക്ക് തിരിയാം. See, as God called out Abraham, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. God told him, go to a land which I'm going to show you. ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകുമെന്ന് അവനോട് പറഞ്ഞു. Why? We read in Psalms 24 verse 1. Psalms 24 verse 1. സങ്കീർത്തനം 24-ാം അധ്യായത്തിന്റെ 1-ാം
earth is the Lord's and everything in it, the world and all it lives in it. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. It belongs to the Lord. അത് യഹോവയ്ക്കുള്ളതാകുന്നു. All the earth belongs to Him because He has created it. ഭൂമിയും അതിനുള്ള സകലവും യഹോവയ്ക്കുള്ളതാകുന്നു. But He claims one particular land as His own land. അതാണ് ഒരു പ്രത്യേക ഭാഗം, ഒരു സ്ഥലം തനിക്ക് പ്രത്യേകമുള്ളതായിട്ട് താൻ അവകാശപ്പെടുന്നു. He calls it as my land. അത് എന്റെ സ്ഥലം അല്ലെങ്കിൽ എന്റെ ദേശം എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. That's the land of Israel. അതാണ് ഇസ്രായേൽ ദേശം. See, God told Abraham, go to the land which I am going to give you. ഞാൻ നിനക്ക് തരുവാനിരിക്കുന്നതിന് കാണിപ്പാനിന്റെ ദേശത്തേക്ക് പോകുന്ന അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു. He came to Canaan. ആ കനാനിലേക്ക് വന്നു. And God told him, I'm going to give to you and to your descendants. നിന്റെ പിന്തുടർച്ചക്കാർക്കുമായിട്ട് ഞാൻ ആ ദേശം തരുമെന്ന് ദൈവം അവനോട് പറഞ്ഞു. But there is a problem here. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. See, Arabs are also the descendants of Abraham. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരും വാസ്തവത്തിൽ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരാണ്. Not only Israelites, but Arabs are also descendants. ഇസ്രായേൽ മക്കൾ മാത്രമല്ല, അറബികളെ സംബന്ധിച്ചിടത്തോളം അവരും അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരാണ്. If time allows, I will take on the scriptures of Arab nations. ആ സമയം അനുവദിക്കുന്നുവെങ്കിൽ ആ അറബ് രാജ്യങ്ങളെ കുറിച്ച് ഞാൻ തിരുവനന്തപുരത്ത് A സംസാരിക്കും. lot of prophecies we find among, in the scripture in relation to Israel. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാനായിട്ട് കഴിയും. But let me condense you the events. ഈ വരുന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. Go to a land where I'm going to show you. ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോവുക. He came to that land. അവൻ ആ ദേശത്ത് വന്നു. Something happened in chapter 15. 15-ാം അധ്യായത്തിൽ എന്തോ സംഭവിച്ചു. I just want to, show you the importance. അതിന്റെ പ്രാധാന്യം എന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുന്നു. God called him and told him, ദൈവം അവനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, yes, you take certain animals. നീ ചില മൃഗങ്ങളെ തിരഞ്ഞെടുക്കുക. Look at verses 9. Yes. 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. And cleave it into two. 9-ാം വാക്യം. അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ആറ്റുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാൺകുഞ്ഞിനെയും കൊണ്ടുവന്ന് കൽപ്പിച്ച് അവയൊക്കെയും അവനെ കൊണ്ടുപോകുന്ന അവരുടെ പിളർന്ന് ഭാഗങ്ങളായി Yes, cut them into two. അതിനെ പിളർക്ക്, രണ്ടായി പിളർക്ക്. Yes, it was cut into 2 pieces. അങ്ങനെ അത് 2 കഷമായി മുറിച്ചു. And it was placed, these pieces opposite to one another. ഒന്നിനെ എതിരെയായിട്ട് 2 കഷങ്ങൾ വെച്ചു. Then as he was sitting there, അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ, as Abraham was sitting, vultures came down. അപ്പോൾ കഴുകുകൾ അവിടെ ഇറങ്ങി വന്നു. He drove them away. ആ കഴുകുകളെ ഓടിച്ചു കളഞ്ഞു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. Yes, night came. രാത്രി വന്നു. The sun went down. സൂര്യൻ അസ്തമിച്ചു. And a deep sleep fell on Abraham. അതിനുശേഷം അബ്രഹാമിന് ഗാഠനിദ്രയുണ്ടായി. A horror and fear gripped Abraham. ആ വസന്തത്തിൽ അബ്രഹാമിനെ നിദ്ര ആഞ്ഞു പിടിച്ചു. Yes, it was night. രാത്രിയായിരുന്നു. He was sitting alone. തന്നെ ഉറങ്ങിയായിരുന്നു. Animals had cleft as 2 pieces. 2 കഷണങ്ങളായിട്ട് ആ മൃഗങ്ങളുടെ കഷണോട് ഇരിക്കുകയാണ്. Something happened when he was waiting there. അവിടെ താരങ്ങളെ കാണിച്ചപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചു. We read in verses 17. 17-ാം വാക്യത്തിൽ A burning torch went in between these 2 pieces. ഈ 2 കഷണങ്ങൾ Verses 17. 17-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായതിനു ശേഷം ഇതാ പൊലിയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പമ്പം കടന്നുപോയി. Then you read on verses 18. 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. On the same day, God made a covenant with Abraham. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു. Look at that. നോക്കുക. As this burning torch went in between these cleft animals, on that day God made a covenant. ആ കഷണം വെച്ച് മാറ്റിവെച്ചിരിക്കുന്നതായ അതിന് നടുവൂടെ ഒരു പമ്പം കടന്നുപോയ അന്ന് രാത്രിയിൽ ദൈവം അവരോട് ഒരു നിയമം ചെയ്തു. Turn to Jeremiah chapter 34. യെരമ്യാ പ്രവചനം 34-ാം We are trying to അധ്യായത്തിൽ find out what has happened on that day. അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് Yes, കാണുവാനായിട്ട് that's very important. അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു Look കാര്യമാണ്. at chapter 34 of Jeremiah. യെരമ്യാ പ്രവചനത്തിൽ 34-ാം അധ്യായം. There's one verse, verses 18. അതിന്റെ 18-ാം വാക്യം. We'll see 18 and 19. And I gave to the men who have transgressed my covenant, who have not performed the word of the covenant, which they made before me when they cut the calf in 2 and passed between the parts. And look at verse 18. 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. കാളക്കുട്ടി 2ആയി പിളർന്ന് അവന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിന്റെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രമുഖന്മാരെയും യെരൂശലേം പ്രമുഖന്മാരെയും
അപ്പസ്തലന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകലജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. Yes. Look at here. Look at that, those verses. ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. You know, people watch in between this cleft animal and they make the covenant between. ഈ രണ്ട് പിളർന്നിരിക്കുന്ന ആ മൃഗം നടുവിൽ കൂടെ കടന്നുപോയ സമയത്ത് ചെയ്തതായ ആ നിയമം. Yes, if they want to make a covenant, if they do like this, they will clean the animal and walk in between and make the covenant. ഒരു നിയമം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളെ വൃത്തിയാക്കിയതിനു ശേഷം അതിന്റെ നടുവിൽ കൂടെ കടന്നു പോകും. Yes, that is a covenant that cannot be broken. അത് മാറ്റിക്കളയുവാൻ കഴിയാത്ത ഒരു ചെയ്ത ഒരു നിയമമാണ്. When you come to Genesis 15, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ God didn't allow Abraham to walk. അബ്രഹാമിനെ സംബന്ധിച്ചോളം ദൈവം നടക്കുവാൻ സമ്മതിച്ചില്ല. You know, he was gripped with fear. തനിക്ക് വളരെ ഭയമുണ്ടായി. And there was, sleep fell upon him. പ്രത്യേകമായ ഒരു ഗാഢമായിട്ടുള്ള നിദ്ര അവന്മേൽ വന്നു. God alone, as the fire went in between, and he made a covenant with Abraham. നടുക്കൂടെ കടന്നുപോയപ്പോൾ ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. God didn't allow Abraham to walk. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ നടക്കുവാൻ സമ്മതിച്ചില്ല. Yes, he made a covenant with Abraham. അബ്രഹാമിനോട് ദൈവമാണ് ഒരു നിയമം ചെയ്തത്. Abraham, you and your children may fail. നിന്റെ സന്തതികളും ഒരുപക്ഷേ തോൽക്കും. But I am not going to fail. എന്നാൽ ഞാൻ ഒരിക്കലും തോൽക്കുകയില്ല. I am going to keep my word. ഞാൻ എന്റെ വാക്കുകളെ നിവർത്തിക്കും. You will fail. നിന്നെ സംബന്ധിച്ച് നീ പിന്മാറി പോകും. You know what is this covenant? അവന്റെ നിയമം എന്തായിരുന്നു? This covenant is in relation to the land. ആ ദേശത്തോടനുബന്ധിച്ചാണ് നിയമം ചെയ്തത്. Look at chapter 17 of Genesis. പുസ്തകം 17-ാം അധ്യായം നോക്കുക. I'll just read one verse. ഒരു വാക്യം വായിക്കട്ടെ. He read that on the day God made a covenant with Abraham. ആ ദിവസത്തിൽ അബ്രഹാമുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. Look at chapter 17 and verses 8. 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. I give to you and your descendants after you the land in which you are stranger, all the land of Canaan, as an everlasting possession. ഞാൻ നിനക്ക് നിന്റെ ദേശം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്ത ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വതാവകാശമായി തരും. Oh, not it is an everlasting covenant. അത് എന്നേക്കുമുള്ള ശാശ്വതമായി തരുമെന്ന്. It cannot be broken. അത് ഒരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല. That is the reason God alone walked and he made the covenant with Abraham. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത് ദൈവം മാത്രമായിട്ടാണ് അബ്രഹാമിനോട് ഈ ഉടമ്പടി ചെയ്തത്. To you and your descendants. നിനക്കും നിന്റെ സന്തതികൾക്കും. But Arabs are also the descendants of Abraham. സംബന്ധിച്ചിടത്തോളം അതിനകത്തുണ്ട്. Through Ismail, 12 sons were born. ഇസ്മായിലിൽ കൂടെ 12 മക്കൾ ജനിച്ചു. And they are Abraham is the forefathers for them too. അബ്രഹാമാണ് അവന്റെ പിതാവായിട്ടിരിക്കുന്നത്. Look at 10 to chapter 26 of Genesis. Chapter 26 of Genesis. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. God is speaking to Isaac, that is a son of Abraham. ദൈവം അബ്രഹാമിന്റെ മകനായ ഐസക്കിനോട് സംസാരിക്കുകയാണ്. Look at verses 3. അതിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക. Dwell in this land, I will be with you and bless you, and you and your descendants I will give all the land, and I will perform the oath which I swore to Abraham your father. ഈ ദേശത്ത് താമസിക്കാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. Turn again to chapter 35. അതിന്റെ 35-ാം അധ്യായത്തിലേക്ക് നമുക്ക് Yes, God made a covenant with Abraham. ആ ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. He renewed it with Isaac. അത് ഇസാക്കിനോട് വീണ്ടും അത് ഉറപ്പിച്ചു. Now turn to chapter 35. 35-ാം അധ്യായത്തിലേക്ക് നോക്കുക. Look at verses 12. God is speaking to Jacob. അതിന്റെ 12-ാം വാക്യത്തിൽ യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ്. The land which I gave Abraham and Isaac, I give to you and to your descendants after you. I give this land. ഞാൻ അബ്രഹാമിന് ഇസാക്കിനെ കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. Yes, turn to Psalms 105. സങ്കീർത്തനം 105. Yes, we read about this covenant there. Not in many passages we can read, but this passage I want to read. പല ഭാഗങ്ങൾ നമുക്ക് ഉദ്ധരിച്ച് വായിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രത്യേക ഭാഗം വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 105. We will read from verses 8. അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. He remembers his covenant, the word which he commanded for 1,000 generations, the covenant which he made with Abraham and his oath to Isaac, and confirmed it to Jacob for a statute, to Israel as an everlasting covenant, saying, to you I give you this land of Canaan as an allotment to your inheritance. സങ്കീർത്തനം 105-8 ഇങ്ങനെ വായിക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഞാൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമം ഇസാക്കിനോട് ചെയ്ത സത്യവും
അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് നിത്യ നിയമമായി നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളിച്ചെയ്തു. These three patriarchs' fathers' names are mentioned there. ഈ മൂന്ന് പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉടമ്പടി കാണുവാൻ കഴിയും. God made a covenant with Abraham. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു. His oath to Isaac. ഇസാക്കിനോട് ഞാൻ അത് ചെയ്തു. And an everlasting covenant to Jacob. എന്നേക്ക് നിലനിൽക്കുന്ന ഒരു നിയമം യാക്കോബിനോട് ചെയ്തു. What is this covenant? എന്താണ് ഈ നിയമം? This covenant is in relation to the land. ഈ ദേശത്തോട് ബന്ധപ്പെട്ടാണ് ഈ നിയമം ഇരിക്കുന്നത്. This land belongs to them and to them alone. ഞാൻ പരാമർശിച്ച ഈ ദേശം അവർക്കുള്ളതും അവർക്ക് മാത്രമുള്ളതുമാണ്. God was alone in creation. ദൈവം മാത്രമായിട്ടാണ് സൃഷ്ടിച്ചത്. Yes, God alone was in redemption. വീണ്ടെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദൈവം മാത്രമാണ് പ്രവർത്തിച്ചത്. Yes, in giving this covenant to Israel, God alone was the person who made this covenant. ദൈവം തനിയെ താൻ മാത്രമായിട്ടാണ് ഇസ്രായേലിന്റെ പുത്രനായ ഈ നിയമത്തിന് പ്രവർത്തിച്ചത്. Brothers and sisters, it is very important. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. What was the reason for 1,800 years these people were driven out of that land? എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ജനത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾ അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ച വെളിയിൽ അയച്ചത്? God told them it will happen. അങ്ങനെ സംഭവിക്കുന്ന ദൈവം അവരോട് പറഞ്ഞു, If you are not going to obey me, if you are not going to obey me, അനുസരിക്കുന്നില്ല this എങ്കിൽ will happen. ഇതാണ് സംഭവിക്കാൻ One പോകുന്നത്. of the most dramatic events took place in the life of Israel. ഇസ്രായേലിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവങ്ങളുണ്ടായി. You know, before they entered into Canaan, അവരെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് Moses commanded something to do. മോശ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരോട് കൽപ്പിച്ചു. You read it in Deuteronomy chapter 27. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ നാം വായിക്കാൻ There കഴിയും. were two small mountains, രണ്ട് ചെറിയ പർവ്വതങ്ങളുണ്ടായിരുന്നു. 800 feet above. അതാണ് 800 അടി പൊക്കം. They were only 300 yards apart. അതുകൊണ്ട് 300 യാർഡ് അകലത്തിലായിരുന്നു തമ്മിൽ. Yes, Moses asked, 6 tribes to enter into one, this mountain. മോശ ഇങ്ങനെ പറഞ്ഞു, 6 ഗോത്രങ്ങൾ ഒരേ മലയുടെ മുകളിലേക്ക് You കയറണം. can read it in Deuteronomy 27 verses 11 onwards. No need of reading, I'll just tell it. ആവർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 15-ാം വാക്യം നമുക്ക് കാണാൻ കഴിയും. See, 6 tribes, they stood on the mount of Gerizim. ഗെറിസിം മലയുടെ മുകളിൽ 6 ഗോത്രങ്ങൾ നിന്നു. Then Moses, not Moses, Joshua and other people have to read the blessing to these people. അതിനുശേഷം യോശുവയും കൂട്ടരും കൂടെ ദൈവത്തിന്റേതായ അനുഗ്രഹങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. These 6 tribes in one voice had to say, Amen. ഈ 6 ഗോത്രങ്ങൾ ഒരേ ശബ്ദത്തിൽ വായിച്ചതായ കാര്യങ്ങൾക്ക് ആമേൻ പറയണം. Then they have to turn to the other 6 tribes who is standing on Mount Ebal. ഏബാൽ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന മറ്റ് 6 ഗോത്രങ്ങളിലേക്ക് തിരിഞ്ഞ് Then they have to read the curse if they don't obey. അവർ അനുസരിക്കാതിരുന്ന അവരുടെ മേൽ നിന്ന ശാപത്തെ കുറിച്ച് വായിച്ചു. Then on one voice they have to say, Amen. അതിനും അവർക്ക് ഒരേ ശബ്ദത്തിൽ ആമേൻ എന്ന് പറയണം. Why did God ask them to do this? എന്തുകൊണ്ടാണ് ദൈവം അവരോട് ചെയ്യുവാൻ Make such an impression in their heart. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ വളരെ കൃത്യമായിട്ട് അത് പതിയുവാൻ Blessing and curse kept before them. അനുഗ്രഹവും ശാപവും അവരുടെ മുമ്പിൽ വെച്ചു. You obey, there is നീ blessing. അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹമുണ്ട്. You don't obey, there is curse. നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപമുണ്ടാകും. You don't obey, there is death. നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് You മരണമുണ്ടാകും. obey, there is life. നീ അനുസരിച്ചാൽ നിനക്ക് ജീവനുണ്ടാകും. If you don't obey, you will be driven out from this നീ land. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ദേശത്ത് നിന്ന് ഓടിച്ചയക്കും. If you obey me, you will stay here. എന്നാൽ നീ അനുസരിച്ചാൽ നീ ഈ ദേശത്ത് നിന്ന് നീ If വാസം. you obey me, I will give you rain. നീ അനുസരിച്ചാൽ ഞാൻ നിനക്ക് മഴയെ കണ്ടു. Oh, God is telling what all blessing He will pour upon them. ദൈവം അവർക്ക് എന്തെല്ലാം നന്മകൾ കൊടുക്കും, അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് വളരെ വിശദീകരിച്ചു പോവുകയാണ്. Mount Gerizim and Mount Ebal. ഗെറിസിം മലയും അതുപോലെ തന്നെ ഏബാൽ മലയും. But they didn't obey God. എന്നാൽ അവർ ദൈവത്തെ അനുസരിച്ചു. He sent prophets and told them, അവർ പ്രവാചകന്മാരെ നിമിത്തത്തിലേക്ക് അയച്ചു. ദൈവം Behold, life and death is before you. നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിലുണ്ട്. God was asking them to choose life again. അവരോട് ഈ കാര്യം വീണ്ടും അവരോട് ചോദിക്കുകയാണ്. They were not willing to listen. എന്നാൽ അവരെ സംബന്ധിച്ച് കേൾക്കുവാനായിട്ട് അവർക്ക് മനസ്സായില്ല. They were driven away. അവരവിടെ ദൂരത്തേക്ക് അവരെ As God has told in Leviticus 26, പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ they were driven throughout the land. അവരെ ദേശത്തൊക്കെ അവരെ ഓടിച്ചയച്ചോളൂ. But when it was going to happen, ഇത് സംഭവിക്കുന്നത് നമുക്കറിയാം. 40 years back, Jesus appeared in the scene. 40 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ്
വന്നപ്പോൾ he told them, you are going to be slain by the sword and you are going to be scattered throughout the world. അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ കൊല്ലുകയും പിന്നെ എല്ലാ ലോകത്തെ പാടും ചിതർപ്പെടുകയും ചെയ്യും. Why did Jesus say that you are going to be slain by the sword? എന്തുകൊണ്ടാണ് നിങ്ങളെ വാളിനാൽ കൊല്ലപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത്? Go to Isaiah chapter 1, യെശയ്യാ 1-ാമത്തെ പോവാ, verses 18 onwards. അതിന്റെ 18-ാം വാക്യം മുതൽ. Yes, we'll read that verse. ആ വാക്യം നമുക്ക് വായിക്കാം. See, if you don't obey, that's what it is told by prophet Isaiah too. യെശയ്യാവും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 1-ാമത്തെ അധ്യായത്തിന്റെ Verses 18-ാം വാക്യം മുതൽ. there we read, come now and reason together. We'll read verse 19. If you are willing and obedient, you shall eat the good of the land. But if you refuse and rebel, you shall be devoured by the sword. നിങ്ങൾ മനസ്സിൽ വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾക്ക് അത് നിങ്ങൾ വാളിന്റെ ഇരയായി തീരും. They were rebelling against God. ദൈവത്തിനെതിരെ മത്സരിച്ചു. They were rejecting God. ആ ദൈവത്തെ തിരസ്കരിച്ചു. They were killing His servants. അവരവരുടെ മക്കളെ ദൈവത്തിന്റെ മക്കളെ കൊന്നുകൊണ്ടിരുന്നു. Jesus told them, Luke chapter 21-24, you're going to be slain by the sword. Because it is told here, if you're going to rebel, you're going to be slain by the sword. They were killed and they were scattered in the world. Exactly after 40 years. Brothers and sisters, they were scattered in the world. Something happened after that. You turn to Matthew chapter 22. Yes, Matthew chapter 22 is a parable that is spoken by the Lord. Yes, that's a very important parable in relation to this prophetical studies. Brothers and sisters, we need to understand this. See, Jesus came and He was speaking about the parable of wedding feast. I just pick it from there, only the important things. Kingdom of heaven is like a king who arranged a marriage feast. Yes, marriage feast. No need of spending any money. If we are invited, just go there and enjoy what the king has prepared. That's what Jesus has come and done. King has paid the money and prepared the feast. And He was inviting the people. Do you know whom Jesus invited? That's what I want to speak. Look at verses 3. He sent out the servants to call those who were invited. Yes, His servants were sent to call those who were invited. Those who were invited. Who were these people who were invited? That is the Jewish people. Yes, God called their fathers Abraham, Isaac and Jacob. They were the people whom God has called out. And not the Gentiles. Yes, even when Jesus came here, do you know where was His ministry? He didn't go to the houses of Gentiles. He didn't send His disciples to Gentiles. Why His ministry was among Jewish people? The reason He came to call those who were invited. So He came to call them. That is the second invitation. God the Father has invited. God the Son came and invited. He was crucified. He was rejected by these people.
വിമർശിക്കപ്പെട്ടു. Look at verses 4. നാലാം വാക്യം ശ്രദ്ധിക്കുക. Again he sent other servants saying, those who are invited, see, I have prepared my dinner, my oxen and fattened cows are killed, everything is ready, come. ആ പറഞ്ഞിങ്ങനെയാണ്, ഞാൻ കാളകളെയും തടിപ്പിച്ച ഒക്കെ വറുത്ത് വിരുന്നത് ശരിയായിരിക്കുകയാണ്, നിങ്ങൾ വരിക, ആസ്വദിക്കുക. Third invitation. മൂന്നാമത്തേതായ ക്ഷണം. That's after his death and resurrection. ആ തന്റെ മരണത്തെയും തന്റെ പുനരുത്ഥാനത്തെയും കാണിക്കും. Everything is prepared. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. Fattened cows is slain. തടിപ്പിച്ച കാളയെ അറുത്തു. Everything is prepared. എല്ലാ കാര്യങ്ങളും അവിടെ The തയ്യാറാക്കി. only thing you need to come. നിങ്ങൾ വരിക മാത്രം ചെയ്താൽ മതി. This third invitation is after the death and resurrection of the Lord. കർത്താവിന്റെ മരണത്തിനും ഉയർത്തലിനും ശേഷമാണ് മൂന്നാമത്തെ ക്ഷണം നാം കാണുന്നത്. Three invitations. മൂന്ന് ക്ഷണം. God the Father invited. പിതാവായ ദൈവം God the Son and came and called. പുത്രനായ ദൈവം തന്നെ ക്ഷണിച്ചു. After his death and resurrection, he again called. തന്റെ മരണം പുനരുത്ഥാനത്തിന് ശേഷം വീണ്ടും താൻ അവരെ ക്ഷണിച്ചു. Brothers, as you read the remaining passage, they were not willing to come. നാം പുറകോട്ട് വായിച്ചാൽ കാണുവാൻ കഴിയും, അവർക്ക് വരുവാൻ They മനസ്സിലായി. rejected it. അവരെ തിരസ്കരിച്ചു. They were worldly minded. അവർ ഈ ലോകത്തെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. They went to their field and other works. അവർ അവരുടെ നിലങ്ങളിലേക്ക് പോയി അവരുടെ ജോലിയിൽ പ്രവേശിച്ചു. Not only that, അത് മാത്രമല്ല, we read in verses 6, അതിന് ആറാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, they started to kill his servants who went to invite അവരെ them. ക്ഷണിക്കുവാനായിട്ട് ദാസന്മാരെ അവർ കൊല്ലുവാനാണ്. Yes, they killed Stephen by stoning. അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തുടങ്ങി. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. They killed Jacob by the sword. യാക്കോബിനെ അവർ തങ്ങളുടെ വാൾ കൊണ്ടുവന്നു. These are the people whom God has sent to invite them. അവരെ ക്ഷണിക്കുവാനായിട്ട് ദൈവം അയച്ച ദാസന്മാരാണ് അവർ. Then what happened? എന്ത് സംഭവിച്ചു? Look at verses 8. ഞാൻ 8-ാം വാക്യം ശ്രദ്ധിക്കുക. Then he said to the servants, the wedding is ready, but those who were invited were not worthy. Therefore, go into the highways, and as many as you find, invite to the wedding. ഞാനോട് ഇങ്ങനെ പറഞ്ഞു, ക്ഷണിക്കപ്പെട്ട യോഗ്യന്മാരല്ല, നീ വഴിത്തളിക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെ കല്യാണത്തിന് വിളിക്കും. Verses 10 says, they went to call the people who are both bad and good. നല്ലതും മോശമായ എല്ലാ ആൾക്കാരെയും വഴിത്തളിക്കൽ പോയി അവരെ ക്ഷണിക്കുവാനായിട്ട് പോയി എന്ന് വ്യക്തമാക്കുന്നതാണ്. That's the way invitation came to us. അങ്ങനെയാണ് നമുക്ക് ക്ഷണം ലഭിച്ചത്. Turn to Acts chapter 13. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ Brothers and sisters, we are invited because they were rejected. അവർക്ക് കൊടുത്തതായ ക്ഷണം തിരസ്കരിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷണം ലഭിക്കാനിടയായത്. Turn to Acts chapter 13. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം verses 46. 46-ാം വാക്യം. Then Paul and Barnabas grew bold and said, it was necessary that the word of God should be spoken to you first, but since you rejected and judge yourself unworthy of the everlasting life, behold, we turn to the Gentiles. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന്റെ അയോഗ്യരായി വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ നിങ്ങളിലേക്ക് തിരിയുന്നു. ജാതികളിലേക്ക് തിരിയുന്നു. Yes, they turned to the Gentiles to invite them. അങ്ങനെ ആ ജാതികളെ It ക്ഷണിക്കുവാനായിട്ട് is after the rejection of Israel. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ തിരസ്കരിച്ചു. They themselves rejected God's invitation. ആ ദൈവത്തിന്റേതായ ക്ഷണത്തെ അവർ തിരസ്കരിച്ചു കളഞ്ഞു. God is starting to call Gentiles after this rejection. അങ്ങനെ അവരുടെ തിരസ്കരണ മുഖാന്തരം ദൈവം ജാതികളെ ക്ഷണിക്കുവാനായിട്ട് തീരുമാനിച്ചു. That is the program of the church. അതാണ് സഭയുടേതായ പ്രോഗ്രാം. But I want to tell you something very important. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. Look at Acts chapter 15. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരിക. Verses 14. അതിലെ 14-ാം വാക്യം വായിക്കുക. Simon has declared how God had first visited the Gentiles to take out from them a people for his name. Yes. ദൈവം തന്റെ ജനത്തിന് ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. Yes, he started to take a people for his name from the Gentiles. അവന്റെ നാമത്തിനായിട്ട് വേദനിക്കപ്പെട്ട ഒരു ജനത്തെ ജാതികളിൽ നിന്ന് വേദനിക്കുവാൻ അവൻ തുടങ്ങി. That is the church. അതാണ് സഭ. But that is a program that started when Israel was rejected. എന്നാൽ ഇസ്രായേൽ തിരസ്കരിച്ചതിന് ശേഷം ആരംഭിച്ച ഒരു പ്രത്യേക പരിപാടിയായിട്ടാണ് കാണാൻ But കഴിയുന്നത്. that program is going to be over. എന്നാൽ അതും അവസാനിക്കുവാൻ പോവുകയാണ്. Yes, church program is going to be over. സഭയുടെ കാലയളവ് അവസാനിക്കുമ്പോൾ But God will deal with Israel again. ഇസ്രായേലിനോട് ദൈവം വീണ്ടും ഇടപെടും. Look at verses 16 there. അതിന്റെ 14-ാം വാക്യം ശ്രദ്ധിക്കുക. After this, I will return and will rebuild the tabernacle of David which is fallen. അനന്തരം ഞാൻ
എന്തിനു ശേഷം? After the program of the church is over, ചർച്ചിന്റേതായ കാര്യങ്ങൾ അവസാനിച്ചതിന് I'm going ശേഷം to turn to the tabernacle of David. ദാവീദിന്റെ സമാഗമന കൂടാരത്തിലേക്ക് ഞാൻ തിരിയും. Otherwise, I'm going to turn to Israel. അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഞാൻ ചെന്നിരിക്കും. Why you find a nation known as Israel today? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ദേശത്തെ നമ്മൾ The കാണുന്നത്? only answer is that the program of the church is going to be over. എന്തുകൊണ്ടെന്നാൽ സഭയുടേതായ കാലയളവ് അവസാനിക്കണം. Yes, brothers and sisters, it's time for the program of the church to be over. പ്രിയ സഹോദരന്മാരെ, സഭയുടെ കാലയളവ് അവസാനിക്കാൻ Yes, that's the reason God brought them back. അതുകൊണ്ടാണ് ദൈവം അവരെ വീണ്ടും തിരിച്ചുകൊണ്ട് വന്നത്. We saw about the covenant made with them. അവരോട് നിയമം ചെയ്ത നിയമം നാം കണ്ടു. Just wanted to read something from the scriptures. മറ്റൊരു ഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. Turn to Leviticus chapter 26. ലേവ്യ പുസ്തകം 26-ാം അധ്യായം. Yes, there we saw the covenant made with their forefathers Abraham, Isaac and Jacob. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം നാം കണ്ടു. Look at chapter 26 of Leviticus. ലേവ്യ പുസ്തകത്തിന്റെ 26-ാം അധ്യായം Verses 41 onwards. അതിന്റെ 41-ാം വാക്യം. And that I also have walked contrary to them and have brought them into the land of their enemies, if their uncircumcised heart are humble and they accept their guilt, then I will remember my covenant with Jacob, my covenant with Isaac, my covenant with Abraham. I will remember the land. അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദമില്ലാത്ത ഹൃദയം ഇപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും, ഇസ്ഹാക്കിനോടുള്ള എന്റെ നിയമവും അബ്രഹാമിനോടുള്ള എന്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. Yes, God is telling something very serious. ദൈവം വളരെ ഗൗരവമായ കാര്യങ്ങൾ പറയുകയാണ്. If their uncircumcised heart is humble, പരിശോധനയായിട്ട് അവരുടെ ഹൃദയത്തെ താഴ്ത്തിയാൽ, yes, they were a very arrogant type of people. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നിശ്ചയദാർഢ്യമുള്ളതായ ഒരു ജനമായിരുന്നു. But after 2000 years of suffering in the world, എന്നാൽ ഈ ലോകത്തിൽ 2000 വർഷക്കാലം അവർ കഷ്ടപ്പെട്ടതിന് they ശേഷം were slain by the people of this world. ഈ ലോകത്തിലെ മറ്റുള്ളവരെ അവരെ കൊന്നതിന് Yes, ശേഷം they suffered in such an intensity that man cannot think about it. നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള കഷ്ടങ്ങളുടെ ഒരു തീവ്രത നമുക്ക് കാണാൻ Yes, കഴിയും. there were 9 million Jews in Europe in the Second World War. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് യൂറോപ്പിൽ ഏതാണ്ട് 9 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. Out of it, 6 million were killed by Hitler alone. അതിൽ 6 മില്യൺ യൂറോപ്യന്മാരെ കൊന്നു. 15 lakhs, 1.5 million children alone were killed. 15 ലക്ഷം കുഞ്ഞുങ്ങളെ മാത്രം കൊന്നു. You can imagine the suffering they have undergone. അവർ കടന്നുപോയതായ ആ കഷ്ടതകളെ കുറിച്ച് കാണുവാൻ കഴിയും. By this time, they were not able to fight back. എന്തുകൊണ്ടാണ് അവരുടെ തിരിച്ച് പോരാടാൻ കഴിയാതിരുന്നത്? They became humble. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ താഴ്ത്തി. Their uncircumcised heart became humble. പരിശോധനയേക്കാളായി അവരുടെ ഹൃദയത്തിൽ വാസ്തവമായ താഴ്മയുണ്ടായി. Look at verses 42. അതിൽ 42-ാം വാക്യം ശ്രദ്ധിക്കുക. Then I will remember the covenant. അപ്പോൾ ഞാൻ അവരോടുള്ള നിയമത്തെ ഓർക്കും. Oh yes, then I will remember the land. അപ്പോൾ ഞാൻ അവരോടുള്ള നിയമം Why a nation known as Israel today? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ നിലയിലായിരിക്കുന്നത്? It is because God has remembered the covenant. എന്തുകൊണ്ടെന്നാൽ ദൈവം അവരോട് ചെയ്ത നിയമം അവൻ ഓർത്തു. I will show you another instance in the history. ചരിത്രത്തിലുള്ള മറ്റൊരു കാര്യത്തിലൂടെ കാണിക്കാം. Turn to Exodus chapter 6. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരിക. 400 years they were slaves in Egypt. 400 വർഷക്കാലം അവർ ഇസ്രായേൽ ദേശത്ത് അടിമകളായിരുന്നു. They cried to their God. അവർ അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. Just like this, they were humble there. അങ്ങനെ അവർ തന്നെ താഴ്ത്തി. Look at chapter 6, verses 4 and 5 of Exodus. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 4 and 5. അതിന്റെ 4-5 വാക്യം. I have also established my covenant with them to give them the land of Canaan, the land of their pilgrimage, in which they were strangers. അവർ പ്രദേശങ്ങളായ കനാൻ ദേശം അവർക്ക് കൊടുക്കുവാൻ ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. Yes, and I have also heard the groaning of the children of Israel, whom the Egyptians keep in bondage, and I have remembered my covenant. ഇസ്രായേൽ അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയുന്നത്. Yes, look at verses 8 also. അതിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക. And I will bring you into the land which I sought to give to Abraham, Isaac and Jacob. I will give it to you as an heritage. I am the Lord. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തെ നിങ്ങൾക്ക് കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട്
400 years of slavery. 400 വർഷക്കാലമുള്ള അടിമത്തം. When God remembered the covenant He made with their forefathers, അവരുടെ പിതാക്കന്മാരോട് നിയമം ചെയ്തതായ നിയമം ദൈവം ഓർത്തപ്പോൾ God was able to rewrite the history of the Middle East by bringing these people back. ദേശത്തിന്റേതായ ചരിത്രം വീണ്ടും തിരിച്ചെഴുതുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധ്യമാണ്. God brought them back to the same place. അതേ സ്ഥാനത്തേക്ക് ദൈവം അവരെ മടക്കി കൊണ്ടുപോയി. Again these people disobeyed. അവർ പിന്നെയും അനുസരണക്കേട് They were scattered in the world. പിന്നെയും അവർ ലോകത്തിൽ ചിതറിച്ചു. When their uncircumcised heart became humble, പിന്നെയും അവരുടെ പരിശോധനയേക്കാതായ ഹൃദയം താഴ്ത്തപ്പെട്ടപ്പോൾ, brothers and sisters, when they started to cry, അവർ നിലവിളിക്കുകയും അവരുടെ ഞരക്കം ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്തപ്പോൾ, again God remembered that covenant. ദൈവം അവരോട് ചെയ്ത നിയമം ഓർത്തു. But do you know that was remembered in the time in which you and me are living? ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ തലമുറയിലാണ് ദൈവം അവരോട് ഓർത്തത്. When you and me are living, God remembered the covenant. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം അവരോടുള്ള നിയമം ദൈവം ഓർത്തു. So they were brought back to that same place that He gave to them as an everlasting അവർക്ക് possession. എന്നേക്കുമായ ഒരു അവകാശമായി കൊടുത്ത ആ ദേശത്തേക്ക് അതുകൊണ്ട് ദൈവം അവരെ തിരിച്ചു വരുത്തി. Come back to Jeremiah chapter 3. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. Verses 3. That's the verse we started when in the beginning we read that verse. Behold, the days are coming. ഞാൻ ഇസ്രായേലും യഹൂദയുമായിട്ട് ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. God is pointing out a time in the history. ആ കാലത്ത് സമയത്ത് അങ്ങനെ സമയം വരുമെന്ന് ദൈവം പറയുകയാണ്. That has come. അത് വന്നിരിക്കുകയാണ്. And I'm going to give cost of the ground to the land I gave to their forefathers. അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ ദേശം ഒക്കുന്നത്. This Jewish refugees was a problem in Europe. യഹൂദ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ ഒരു പ്രശ്നമായിരുന്നു. They were scattered in Europe. അവർ യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലും So Europe population, it was a problem for them. യൂറോപ്പിലെ ജനത്തിന് അത് പ്രശ്നമായിരുന്നു. When I went to Calcutta, I understood about it. See, from the Bengal, there's so many refugees have come in and they're living there. So still now you can find the problem, in that place because of this refugee. Even I thought that if these people would have gone back, this place would have been better. Something like that. See, Jewish refugees in Europe was a problem for the nations there. So Britain decided to give these people a homeland in Uganda, that is Africa. Yes, and they even suggested Western Australia. Even Turkish Sultan, he proposed he will give a land in Mesopotamia, that is present Iraq. But God, thousands of years before return, I will give to them the same place I gave to their forefathers. Not in Uganda, not in Western Australia, not in Mesopotamia. I will bring you back to the same place I gave to their forefathers. Yes, there is a living God. Yeah, there is a God who is in control of the history. Turn to Ezekiel chapter 36. If you go home and read that chapter, even today morning I was trying to read some of it. See, there you find 21 times God is telling, I will. I will 21 times. All these 21 times he is speaking in relation to the nation of Israel. Look at verses 24. For I will take you from among the nations, gather you out of all the countries, bring you into your own land. Yes.
to your own land I will bring you. Brothers and sisters, do you know God brought them from 108 countries? This kind of thing has never happened in the history. 108 countries, from 108 countries, God brought them back. They came back speaking 60 different languages. Half of the people were not able to communicate each other. But God brought them from 108 countries. Why did these people come to the same land? Because God foretold it. No, not the British Empire, not the Mesopotamia. There are not the people who are controlling the events. There is a living God. Israel alone is the proof that God is living. They have come back. Turn again to Jeremiah chapter 30. Yes, Jeremiah chapter 30. Do you know what is going to happen next with Israel? God has to deal with them. These people are impure people. Haven't believed in Jesus Christ. Almost 80% are secular people. And 50% are atheists. Yes, God, Jesus will not come back unless these people have confessed with their mouth that He is the one whom, they promised to them. They told with their voice that we don't want Him. They have told crucify Him. With their same mouth they have to confess Him, otherwise Jesus will not come back. You want to see? I'll show you 2 verses. Turn to Hosea chapter 5. What is happening in the Middle East now? What is this Arab Spring? Why nations that was ruling for 38 years and 28 years, they have been changed to Islamic radical government. Egypt ruled, by Hosni Mubarak for 38 years. Who is ruling now? Islamic Brotherhood. They are the father of all the terrorist organizations in the world. Who is ruling in Gaza? The Hamas, another terrorist group. Who is ruling in Tunisia? Ennahda, another terrorist group. Who is ruling in party? Oh, brothers and sisters, one by one these nations are turning into Islamic radical. They all wanted to finish off Israel. Yes, Egypt had peace treaty with Israel. Everything is, thrown in the air, and they have turned to Islamic radical ruling. Don't think you are living in a special, you need to understand you are living in a special time. God is preparing the events to purify Israel. If Jesus has to come back, they have to confess with their mouth their guilt. Hosea chapter 5. In the prophetical word, our blessed Lord speaks to them. Look at verses 15. Verses 15. I will return again to my place till they acknowledge their offense. Then they will seek my face. In their affliction, they will earnestly seek me.
ജാഗ്രതയോടെ അന്വേഷിക്കും. Have you noted that? ശ്രദ്ധിച്ചിട്ടുണ്ടോ? He came from heaven. അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നു. He came into their midst. അവരുടെ മധ്യത്തിലേക്ക് വന്നു. He came into his own. അവൻ സ്വന്തത്തിലേക്ക് വന്നു. But they didn't receive him. എന്നാൽ അവനെ സ്വീകരിച്ചില്ല. I will go back to my place. ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി പോകും. Till they acknowledge their offense. അവരുടേതായ കുറ്റത്തെ അവർ സമ്മതിക്കുന്ന സമയം വരെയും ഞാൻ മടങ്ങി വരും. And it is written here, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, in their affliction they will earnestly seek me. അവരുടെ കഷ്ടകാലത്തിൽ അവർ എന്നെ അന്വേഷിക്കും. Brothers and sisters, and time of affliction is going to come for Israel. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടകാലം ആരംഭിക്കാൻ പോകുകയാണ്. Go to Matthew chapter 23. മത്തായി സുവിശേഷം 23 അധ്യായം നോക്കുക. Last two verses അതിന്റെ അവസാന രണ്ട് വാക്യങ്ങൾ spoken by our Lord. കർത്താവ് പറഞ്ഞ ആ വാക്ക്, your houses will be left to your desolation unless you say blessed is the one who comes in the name of the Lord. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം നിങ്ങളുടെ വീടുകളൊക്കെയും ഒഴിഞ്ഞ് നിജമായി കിടക്കുമെന്നാണ് വാക്യം. They have to confess with their mouth. അവർ അവരുടെ വാ കൊണ്ട് ഏറ്റു പറയണം. In their affliction they will seek. അല്ലെങ്കിൽ അവർ കഷ്ടത കാണും. Do you know Israel is a tiny country? ഇസ്രായേൽ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു രാജ്യമാണ്. We saw that terrorist groups and the Islamic countries are fighting against them. അനേക ചെറിയ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഇന്ന് യുദ്ധം ചെയ്യുകയാണ്. 22 Islamic nations. ആ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയും They cannot fight and win these people. അവർക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാതെ ഇസ്രായേലിനോട് ജയിക്കാൻ കഴിയില്ല. You know what is the reason? കാരണം എന്താണ്? One of the reason is America. ഒരു കാരണം അമേരിക്കയാണ്. That's the reason Iran called America as big Satan and Israel small Satan. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് അമേരിക്ക വലിയ ജഗത്താനും ഇസ്രായേൽ ചെറിയ ജഗത്താനും. Yes, they wanted to finish off with America also. അവർക്ക് അമേരിക്കയും തുടച്ചു നീക്കാൻ താല്പര്യമുണ്ട്. In UN, 700 resolution was brought against Israel. യുഎൻ നോക്കി കഴിഞ്ഞാൽ അനേക രാജ്യങ്ങൾ അതിനെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ട് 7 രാജ്യങ്ങൾ 700 resolution against them. അവർക്കെതിരെ 700 resolution was brought. 700 resolutions അവർക്കെതിരെ പാസ്സാക്കിയാണ്. None of it was able to be passed in the Security Council. എന്നാൽ സെക്യൂരിറ്റി കൗൺസിൽ ചെന്നപ്പോൾ അതൊന്നും പാസ്സായില്ല. You know why? എന്തുകൊണ്ടാണ്? Because America used to veto it. എന്നാൽ അതൊക്കെ അമേരിക്ക തന്നെ നിന്ന് തിരസ്കരിക്കും. America is a friend of Israel. ഇസ്രായേലിന്റെ ഒരു സ്നേഹിതനാണ് But I'll tell you, America is going to leave Israel. എന്നാൽ അമേരിക്കയും ഇസ്രായേലിനെ കൈവിടുന്ന സമയം വരും. See the financial situation of America. അമേരിക്കയുടെ ധനസംബന്ധമായ ചുറ്റുപാട് നോക്കുക. Turn to Jeremiah chapter 30. യെരമ്യാ 30 അധ്യായത്തിലേക്ക് മടങ്ങി വരിക. I'm going to tell you that America is going to leave Israel. അമേരിക്ക വാസ്തവത്തിൽ ഇസ്രായേലിനെ വിടും എന്ന് നമുക്ക് കാണുവാൻ. Yes, look at chapter 30 of Jeremiah. യെരമ്യാവിന്റെ 30 അധ്യായം We saw in verses 3 a time God told in the history when he is going to bring back his people. തന്റെ ജനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ആ സമയത്തെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. What happens? എന്ത് സംഭവിക്കുന്നു? After that, look at verses 7. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. For the day is great so that none is like it, and it is a time of Jacob's trouble, he shall be saved out of it. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കും കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലമാകുന്നു. Yes, Jacob's trouble. യാക്കോബിന്റെ കഷ്ടകാലം. That's a tribulation period. അതാണ് മഹോദ്രവത്തിന്റെ സമയം. Yes, it is a time of purification of Israel. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശുദ്ധീകരണ കാലമാണ്. When that happens, അത് സംഭവിക്കുമ്പോൾ where will be America? അമേരിക്ക എവിടെയായിരിക്കും? Look at verses 13 and 14. അതിന്റെ 13 14 ശ്രദ്ധിക്കുക. There is no one to plead your cause. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. Look at verse 14. അതിന്റെ 14-ാം വാക്യം ശ്രദ്ധിക്കുക. All your lovers have forgotten you. നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നു. Who is the lover of Israel? ഇസ്രായേലിന്റെ സ്നേഹിതൻ ആരാണ്? Who has spoken for Israel so far? ഇസ്രായേലിന് വേണ്ടി ആരാണ് ഇന്ന് വരെ? There is only one Protestant nation in the world, that is the nation of America. അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് വേണ്ടി എല്ലാ കാലവും I നിലനിൽക്കുന്നത്. don't think America is an accidental country. God created America before Israel was formed. ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം അമേരിക്കയെ ഉണ്ടാക്കി. America was created in 17th century by 37 millions who came from Europe. യൂറോപ്പിൽ നിന്നായ ജനങ്ങൾ മുഖാന്തരമാണ് അമേരിക്കയുടെ ഉത്ഭവം ഉണ്ടായത്. And God blessed them. ദൈവം അവരെ അനുഗ്രഹിച്ചു. And they are the only Protestant nation. ഇന്നുള്ളതായ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ളതായ ഒരേ ഒരു രാജ്യം അതാണ്. Unless you believe in the Bible, you cannot know the importance of Israel. വേദപുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേലിനായ പ്രാധാന്യം മനസ്സിലാക്കാൻ These കഴിയുള്ളൂ. people understood that. ഈ ആൾക്കാർ But I'm going to tell you, Israel is being prepared. God is preparing to purify them. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശുദ്ധീകരിക്കുവാൻ തക്കൊണ്ടും ദൈവം അവരെ ഒരുക്കുകയാണ്. Brothers, my time is over. I'll try to continue this subject in Arab countries tomorrow. നാളെ അറബി ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ തക്കൊണ്ടും Yes, താല്പര്യപ്പെടുന്നു. let me remind you. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Why America slowly their economy is
going down? എന്തുകൊണ്ടാണ് ഈ ദേശത്തിന്റെയും ധനതന്ത്ര ശ്വാസവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പണത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്? Yes, there is a time when America won't be able to help Israel. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സഹായിക്കുവാൻ കഴിയാത്തൊരു അവസ്ഥ ഈ രാജ്യത്തിനുണ്ടാകും. Why all the nations went to Kuwait to liberate when Saddam Hussein entered there? സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചടക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സകല രാജ്യക്കാരും അവരെ രക്ഷിക്കുവാനായിട്ട്? Because UN resolution was passed in the Security Council. എന്തുകൊണ്ടെന്നാൽ സെക്യൂരിറ്റി കൗൺസിൽ അതിനുള്ളതായ കാര്യങ്ങൾ അവിടെ പാസ്സാക്കി. Then why they are not liberating Jerusalem, which they captured in 1967? 1967 പിടിക്കപ്പെട്ടതായ യെരുശലേമിനെ വിടുവിക്കുവാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? Because of America. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയും They always veto that in the Security Council. അവരെപ്പോഴും അതിനെ വീറ്റോ ചെയ്യും. But a time is going to come. എന്നാൽ സമയം വരാൻ പോകുന്നു. There won't be anybody to speak for you. അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനായിട്ട് ആരും ഉണ്ടാകില്ല. All your friends will forget you. അവരുടെ സ്നേഹിതന്മാരൊക്കെയും അവരെ മറക്കും. Then there will be one person for them. എന്നാൽ ഒരാൾ മാത്രം ശേഷിക്കും. You read it in Isaiah 63. അത് യെശയ്യാ 60 വായിക്കുന്നു. That's the time they will call upon the Lord whom they crucified. അവർ ക്രൂശിച്ചതായ ആ കർത്താവിലേക്ക് അവർ വിളിച്ചപേക്ഷിക്കും. He will come down. അവൻ മടങ്ങി വരും. In their affliction they will earnestly seek me. അവരുടെ കഷ്ടകാലത്തിൽ അവർ അവനെ അന്വേഷിക്കും. Are we not living in a special time? നാം ഒരു പ്രത്യേക കാലയളവിലല്ലോ ജീവിക്കുന്നത്. Brothers, we are in a special time. സഹോദരന്മാരെ, നാം ഇന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേക Sisters, കാലയളവാണ്. we are in a special time. നമ്മൾ ഒരു പ്രത്യേക കാലയളവിലാണ് ജീവിക്കുന്നത്. God has to deal with Israel. Church program has to be over and they have to be taken up. സഭായോഗം അത് തീർന്നതിന് ശേഷം മാത്രമാണ് കർത്താവ് യഹൂദദേശത്തോട് ഇടപെടുവാൻ പോകുന്നത്. Rapture has to take place. ഉൽപ്രാവണം മനുഷ്യ സംഭവിക്കും. That can happen even tonight. അത് ഇന്ന് രാത്രി സംഭവിക്കാം. Tonight. ഇന്ന് രാത്രി സംഭവിക്കാം. He's going to come soon. അവൻ എത്രയും വേഗം മടങ്ങി വരും. We will try to analyze the events the coming 2 days also. വരുന്ന 2 ദിവസങ്ങളിൽ നമുക്ക് ആ സംഭവവികാസങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിക്കുകയും ചെയ്യാം. Let me remind you, God impressed the new Jewish people by setting them on Mount Ebal and Mount Gerizim. ഗെരസീം മലയിലും അതുപോലെ തന്നെ എബാൽ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ദൈവം അവരോട് അതിന്റെ സത്യങ്ങളൊക്കെ അവരെ അറിയിച്ചു. Blessing and curse. അനുഗ്രഹവും ശാപവും. But I want to tell you something and close. ഞാനിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. Do you know how did Jesus Christ open his mouth and close his mouth in the public ministry? തന്റെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം തന്നെ ആദ്യ വാചകങ്ങളും അവസാന വാചകങ്ങളും എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? Interesting. There was Ebal and there was Gerizim. അവിടെ ഏബാലും ഗെരസീമും കാണുവാൻ കഴിയും. You go to Matthew chapter 5. മത്തായി സുവിശേഷം 5-ാം അധ്യായം. He went into a mount. അവൻ പർവ്വതത്തിലേക്ക് പോയി. You go to Israel. ഇസ്രായേലിലോട്ട് പോയി. I went there 4 times. 4 പ്രാവശ്യം പോയി. In the same place where Jesus stood and opened his mouth first in public. പരസ്യമായിട്ട് താൻ ആദ്യമായി സംസാരിച്ചത് മലയുടെ മുകളിൽ നിന്നുകൊണ്ട്. There is a church made with 8 sides. 8 sides. 8 വശങ്ങളുള്ളതായ ഒരു പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. You know why? എന്തുകൊണ്ടാണ്? There he stood and spoke first 8 blessedness. 8 അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട്. Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 8 times he pronounced blessing. 8 പ്രാവശ്യം താൻ അവിടെ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു. But you know how did he close his mouth in public ministry? എങ്ങനെയാണ് തന്റെ പരസ്യ ശുശ്രൂഷ താൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്? Turn to Matthew 23. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് വരിക. That we haven't understood. നമുക്കത് മനസ്സിലായിട്ടില്ല. We haven't noted it. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. 8 times he pronounced woe. 8 പ്രാവശ്യം താൻ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞായിട്ട് കാണുവാൻ കഴിയും. 8 times. 8 പ്രാവശ്യം. He closed his mouth public by telling woe. അയ്യോ കഷ്ടം എന്ന് 8 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് തന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നത്. You can read it in Matthew 23 verses 29 onwards. അത് മത്തായി സുവിശേഷം 23-29 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. You know how did he open his mouth? എങ്ങനെയാണ് തന്റെ പരസ്യ ശുശ്രൂഷക്കാരൻ തന്റെ വായ താൻ തുറന്നത്? Blessed are the poor in spirit, for there is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ അവർക്ക് ദൈവരാജ്യം അവകാശമാണ്. He spoke about heaven, opened his mouth by speaking blessedness and heaven. ആ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് താൻ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. Do you know how did he close his mouth? എങ്ങനെയാണ് തന്റെ അത് ഒടുവിൽ അവസാനിപ്പിച്ചത്? Look at chapter 23 verses 33. 23-ന്റെ 33-ാം വാക്യം. Oh, how can you escape serpents, brood of vipers? How can you escape the
condemnation of hell. സർപ്പസന്തതികളെ വരുവാനുള്ളതായ ആ നിത്യ നരകത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷ പ്രാപിക്കും? He opened his mouth by speaking about heaven. ആ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് താൻ തന്റെ പരശുശ്രൂഷ ആരംഭിച്ചു. He closed his mouth by speaking about hell. തന്റെ ശുശ്രൂഷ നരകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ He അവസാനിപ്പിച്ചു. opened his mouth by speaking about blessedness. ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് He തന്നെ ആരംഭിച്ചു. closed his mouth and telling about the woe that is going to come to them. അയ്യോ കഷ്ടം നിനക്ക് വരുവാനിരിക്കുന്ന കഷ്ടതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. Mount of Gerizim, Mount of Ebal. ആ ഗരസീം പർവ്വതവും അതുപോലെ തന്നെ ഏബാൽ പർവ്വതവും In the life of Jesus was also repeated. ആ കർത്താവിന്റെ ജീവിതത്തിൽ തന്നെയാണ് കാണുന്നത്. Let me remind you, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, you who hear me, നിങ്ങൾ എന്നെ കേൾക്കുന്ന you are responsible for your own life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉത്തരവാദികളാണ്. God has kept blessing and curse before you. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് അനുഗ്രഹവും ശാപവും He has വെച്ചിരിക്കുകയാണ്. opened the door for heaven for you. നിങ്ങൾക്ക് വേണ്ടി അവൻ സ്വർഗം തുറന്നിരിക്കുകയാണ്. If you are not entering through him, നിങ്ങൾ അവനിൽ കൂടെ സ്വർഗത്തിലേക്ക് you will പ്രവേശിക്കുന്നില്ല go to the other place, that is hell. നിങ്ങൾ നരകത്തിലേക്ക് പോകും. He is the one who went to the cross for you. അവനാണ് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ There is കരഞ്ഞത്. no need of going to any suffering for your salvation. നിങ്ങൾ രക്ഷക്കായിട്ട് നിങ്ങൾ യാതൊരു കഷ്ടപ്പാടും അനുഭവിക്കേണ്ട ആവശ്യമില്ല. He became responsible for what you have committed. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെ ഇതായിട്ട് കർത്താവ് അത് ഏറ്റെടുത്തു. Only thing, you have to come to him. നിങ്ങൾ അവനിലേക്ക് മടങ്ങി വരണം. Come to him. അവനിലേക്ക് വരിക. Tonight, if you have not yet saved, നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ come to him. അവന്റെ അടുത്തേക്ക് വരിക. With a stretched hand, he is waiting for you. അവന്റെ കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കും. Blessed brothers, sisters, we are living in a time, a special time. വളരെ ഒരു പ്രത്യേക നിലയിലുള്ള സമയത്താണ് Any time the Lord can come. ഏത് സമയത്തും കർത്താവ് മടങ്ങി വരാം. How holy we have to be. നാം എത്ര വിശുദ്ധരായി How ജീവിക്കണം. prepared we have to be. നാം എത്ര ഒരുക്കമുള്ളവരായിരിക്കണം. Standing for the Lord. കർത്താവിനായിട്ട് നിലനിൽക്കുന്നവർ. With the hands given one another as one. അന്യോന്യം കൈകൾ ചേർത്ത് പിടിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുക. Yes, we need to stand for him and the gospel. അവന് വേണ്ടിയും അവന്റെ സുവിശേഷത്തിന് വേണ്ടിയും നാം നിലകൊള്ളണം. Yes, we will be responsible. നാം അതിന് ഉത്തരവാദികളാണ്. May the Lord bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.